ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ അമ്പലത്തിലെ ക്ഷേത്ര ദർശനമായിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള മരുത്തോർ വട്ട ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു നെഗറ്റീവ് ഒക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ വിചാരിച്ച് ഒരു പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അമ്പലത്തിൽ ചെന്ന് പൂമാലയൊക്കെ വാങ്ങിച്ച് അങ്ങനെ അമ്പലത്തിൽ നടനേരെ വെക്കാൻ വേണ്ടി കണ്ടോ നമ്മുടെ സിച്ചപ്പൻ സൈഡിൽ നിന്നിട്ട് പോസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്നും അറിയത്തില്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം പാവം. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് കയറി. കൃത്യമായിട്ട് സാധാരണ എൻ്റെ ഭർത്താവ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ എടുക്കാറില്ല. ഈ പ്രാവശ്യം എന്താണെന്ന് പറ്റിയെന്ന് അറിയത്തില്ല, വീഡിയോ ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ ചെന്ന് കാല് നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ക്ഷേത്രക്കുളം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല വലിയൊരു കുളമാണ്. ഇവിടെ ആളുകളൊക്കെ കുളിക്കാനൊക്കെ വരും. അത്യാവശ്യം നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. നല്ല ഒരു ഇതാണ്. എനിക്ക് എന്തോ ദൈവഭാഗ്യം എന്ന് വിചാരിച്ച് പറയാമല്ലോ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കുളത്തിലിറങ്ങാൻ പേടിയാണ്, അതുകൊണ്ട് ആരും കുളത്തിൽ ഇറങ്ങാറില്ല. പിന്നെ അതിനകത്ത് കാല് കഴുകി, പിന്നെ സിച്ചപ്പനെ എടുത്ത് കാല് കഴുകണമല്ലോ. സിച്ചപ്പനാണെങ്കിൽ ഭയങ്കര പേടി. സിച്ചപ്പനെ മനു വരൂ 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 വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് കാലൊക്കെ കഴുകി സിച്ചപ്പനെ എടുത്ത് മുക്കിയെടുത്ത് അങ്ങനെ തളിച്ചൊക്കെ എടുത്ത് മേളിലോട്ട് കയറി ചെന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് പൂമാലയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം പൂമാലയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് മനോട് പറഞ്ഞു ഞാനൊരു ടാറ്റ കൊടുക്കാം. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ കയറി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കൂടി പോയി. കയറുന്നതിന് മുമ്പായിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ സിച്ചപ്പൻ നമ്മുടെ ഫ്രണ്ടേ വലിയ കാര്യത്തിൽ അങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അവൻ എവിടെയോ പോവുകയാണ്. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നടന്നേരെ ചെന്ന് തൊഴുതു. പിന്നെ അമ്പലം കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഒരു പീസ് ഓഫ് മൈൻഡും ഒക്കെയാണ്. നമുക്ക് എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു ഏകാഗ്രമാക്കാനും ഒക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ നടയിൽ കയറി. നമ്മൾ അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ തീർത്ഥം വാങ്ങിച്ചു തിരുവേനത്. അത് കഴിഞ്ഞ് ചന്ദനം തന്നു. ചന്ദനം വാങ്ങിച്ച് ഞാൻ സിച്ചപ്പനും ആദ്യം മനുവിനാണ് തൊട്ടത്. മനുവിന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കഥാനായകനായ സിച്ചപ്പനും തൊട്ടു. ഇപ്പോഴാണ് നമ്മുടെ സിച്ചപ്പൻ സുന്ദരനായത്, സൂപ്പർ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ആലിൻ്റെ ചുവട്ടിലൊക്കെ പോയിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. സിച്ചപ്പൻ കണ്ട പോസ് ചെയ്യുന്നത് സൂപ്പറായിട്ടില്ല ചിരിക്കണത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാട്ടോ, എല്ലാവരുടെയും സപ്പോർട്ടും വേണം.